ഹലോ ഫ്രണ്ട്സ്, ഹലോ ഗുഡ് ഈവനിങ് ഫ്രം ദ UK. ഞങ്ങളിപ്പോൾ ലൈവിലാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. റിനി ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ബിസിനസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു നല്ലൊരു അടിപൊളി ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ബിസിനസ്. അത് വീട്ടിലിരുന്ന് നമ്മുടെ ഫ്രീ ടൈമിൽ മാത്രം ചെയ്യേണ്ട ബിസിനസ്സാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ നല്ല വശങ്ങളും എന്തൊക്കെയാണ്, എത്രമാത്രം നമുക്കിത് ഹെൽപ്ഫുൾ ആണെന്ന്, പ്രത്യേകിച്ച് പേരൻസിന് ഞങ്ങൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഇഷ, ഞാൻ UK എന്നാണ്. നഴ്സിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ. ഞാനിപ്പോൾ ഫുൾ ടൈം ഡിജിറ്റൽ ബിസിനസ് ഓണറാണ്. ഞാനിവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നു. എനിക്ക് 4 മക്കളുണ്ട്. അപ്പോൾ ഈ ഫുൾ ടൈം ബിസിനസ്സുമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. അപ്പം അത്രയുള്ള എൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ റിനി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് നിഷ, റീച്ച് ഔട്ട് ചെയ്തതിനും എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും. നിഷ ഞാനൊന്നും തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷെ ത്രൂ ദിസ് ബിസിനസ് പ്ലാറ്റ്ഫോം നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആണ്. എന്റെ പേര് റിനി. ഞാനിവിടെ ഓസ്ട്രേലിയയില് എന്റെ ഹസ്ബൻഡും 2 മക്കളായി സെറ്റിൽഡ് ആണ്. ഞാൻ ഒരു ഏരിയ മാനേജറായിട്ട് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുന്നേ നമ്മൾ UK ഒരു 10 years ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ. നാട്ടില് ഞാൻ ട്രിവാൻഡ്രം. ഇതാണ് എന്നെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഞാനൊരു ബിസിനസ് ഓണറും മെന്ററാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ. ഇത്രയേ ഉള്ളൂ എന്നെ പറ്റി. താങ്ക് യു റിനി. അപ്പൊ റിനി UK ഉണ്ടായിരുന്നാണല്ലേ, എന്നിട്ട് ഓസ്ട്രേലിയക്ക് പോയതാണല്ലേ? അതെ. അപ്പൊ ഞങ്ങളും ഫസ്റ്റ് ടൈമാണ്. ഞങ്ങളിപ്പോ ഈ ബിസിനസ്സിൽ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ അറിയത്ത് പോലും ഇല്ലായിരുന്നു. അപ്പൊ ഈ ബിസിനസ്സിൽ ഒരു നല്ല വശം കൂടിയാണ്, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ ഒത്തിരി ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും പിന്നെ നമുക്കറിയാൻ പറ്റും എത്രമാത്രം പ്രൊഫഷണൽ പീപ്പിളാണ് ഈ ബിസിനസ് ചെയ്യുന്നതെന്ന്. ഇതിൽ ഒരുപാട് നേഴ്സസ് ഉണ്ട്. അത് പല കൺട്രിയിൽ നിന്ന്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK, എല്ലാ കൺട്രിയിലും തന്നെ നല്ല പ്രൊഫഷണൽ പീപ്പിൾ ചെയ്യുന്ന ഒരു ബിസിനസ്സും കൂടിയാണിത്. ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ഹൈ പ്രൊഫഷണൽ പീപ്പിളാണ് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും നല്ലൊരു അവസരമാണിത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാൻ, ഞാൻ ശരിക്കും എനിക്ക് മക്കളെ നോക്കാനോ, ഇങ്ങനെ ഫുൾ ടൈം നേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഡേയും നൈറ്റും ഒക്കെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ്, സത്യം പറഞ്ഞാൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നൈറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സമയം കിട്ടത്തില്ല, മക്കളെ നോക്കാൻ സമയമില്ല, പിന്നെ നമുക്ക് ഉറങ്ങാനും ടൈം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഒന്ന് അവസാനിപ്പിക്കണം, എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, അതല്ലെങ്കിൽ എൻ്റെ അവേഴ്സ് കുറയ്ക്കണം എന്ന് ഓർത്ത് ഞാൻ ശരിക്കും എൻ്റെ അവേഴ്സ് ഒക്കെ കുറച്ചു. ഞാൻ ഒരു നൈറ്റ് ഷിഫ്റ്റ് മാത്രമേ പിന്നെ ചെയ്യാറുണ്ടായേ. എനിക്ക് കൊച്ചായി കഴിഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഇവിടെ ഷോപ്പാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ, അപ്പോൾ ഹസ്ബൻഡ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഷിഫ്റ്റ് ഞാൻ കുറച്ചായിരുന്നു. എന്നാലും ഓർത്തു പോയി ശരിയാവത്തില്ല, എനിക്ക് എൻ്റെ മക്കളെ നോക്കണം, അവരെ കെയർ ചെയ്യണം, എനിക്ക് മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ അവര് സ്കൂളിൽ നിന്ന് വരുമ്പോഴും അവർക്ക് പഠിപ്പിക്കാനുണ്ടാവും, അവരുടെ കാര്യങ്ങൾ നോക്കണം, നമുക്ക് നല്ല ഹോം മെയ്ഡ് ഫുഡൊക്കെ, നല്ല ഫുഡൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഒരമ്മമാരുടെ സാന്നിധ്യം എപ്പോഴും മക്കളുടെ അടുത്ത് ആവശ്യമാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ അവര് വല്ല മൊബൈലിലും, അവര് TV ഒക്കെ കണ്ട് മൊബൈലിനൊക്കെ അഡിക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഹസ്ബൻഡും വൈഫും എപ്പോഴും ജോലി ചെയ്ത് നടക്കുവാണെങ്കിൽ നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഫാമിലി ലൈഫ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ ഓർത്തപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് എന്തായാലും വീട്ടിലിരുന്നുള്ള ജോലി വേണം. ഞാൻ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു, എന്ത് ടൈപ്പ് ബിസിനസ്, എന്ത് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒന്നും കിട്ടണ്ടായില്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബിൽ ഒരു പ്രോഗ്രാം കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ ബിസിനസ്സിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടത്. അപ്പൊ അത് ഞാനൊന്ന് നോട്ടീസ് ചെയ്തു. കാരണം ആ അഡ്വർടൈസ്മെന്റ് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ UK തന്നെയുള്ള ഒരു സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഒരു സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് ഡിജിറ്റൽ ബിസിനസ് ചെയ്യണമെങ്കിൽ അത് അത്രയും നല്ലൊരു അവസരമായിരിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ ഉടനെ അവരുടെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തു. ഞാൻ അവരെ ഒരു 90 മിനിറ്റ്സ് വെബിനാർ കാണുമായിരുന്നു. ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ അപ്പൊ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. വേറെ ഒന്നും ഞാൻ ആലോചിച്ചില്ല, കാരണം എന്തായാലും എനിക്ക് വീട്ടിലിരുന്ന് ഒരു ബിസിനസ് വേണം. അതും ഞാൻ ആ ആളെ ട്രസ്റ്റ് ചെയ്തു, കാരണം ആൾ ഒരു മലയാളിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് മലയാളീസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ ജോലി നിർത്തി, ഞാനിപ്പോ ബിസിനസ് മാത്രമാണ് ചെയ്യണത്. ഞാൻ ഒരു ഫുൾ ടൈം മദറും കൂടിയാണ്. എനിക്ക് ഫാമിലിയിൽ ഒരുപാട് സമയമുണ്ട്. അത് മാത്രമല്ല, എൻ്റെ ഹെൽത്തും കൂടി എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം, നമ്മുടെ ആരോഗ്യം, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന ഉറക്കം പോലും കിട്ടുന്നില്ല.
ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനിപ്പോ വളരെ ഹാപ്പിയാണ് ഈ ഡിജിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ. അപ്പൊ അതാണ് എന്റെ സ്റ്റോറി, എന്തുകൊണ്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പൊ റിനി എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്ത, അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്നൊന്ന് പറയാമോ? ഓക്കെ, എന്റേത് എന്റെ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഓസ്ട്രേലിയ വന്നിട്ട് 2 കൊല്ലമായി. അപ്പൊ ഞാൻ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആ ടൈമിന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ വന്ന് വിത്തിൻ 2 വീക്സ് ഞാൻ അറിയാണ് ഞാൻ ഓൾമോസ്റ്റ് 2 months പ്രഗ്നന്റ് ആണ്. അപ്പൊ തന്നെ അറിയാം നമുക്ക് ഒരു ഓസ്ട്രേലിയയിലും ബെനിഫിറ്റ്സ് കിട്ടില്ല. ഓഫ് കോഴ്സ് PR ഓടെ ആണ് വന്നത്, പക്ഷെ നമ്മുടെ എംപ്ലോയറുടെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു 12 months കംപ്ലീറ്റ് ചെയ്യണം. എന്റെ സെക്കൻഡ് ബേബി ആയിരുന്നു ഞാനപ്പം പ്രഗ്നന്റ് ആയത്. ഞാൻ എന്റെ ഡെലിവറി ഡേയുടെ അന്ന് ഉച്ചയ്ക്ക് വരെ ഞാൻ ജോലിക്ക് പോയി. അതെന്റെ ചോയ്സ് ആണ്. എനിക്ക് വേണമെങ്കിൽ ലോസ് ഓഫ് പേ എടുക്കായിരുന്നു, പക്ഷെ ലോസ് ഓഫ് പേ എടുക്കാനുള്ള ലക്ഷറി എനിക്കില്ലായിരുന്നു. കാരണം വന്നതേ ഉള്ളൂ, പുതിയ കൺട്രി, ഹസ്ബൻഡിന് ജോലി ആയിട്ടില്ല, ഒരാളുടെ ഇൻകമിൽ മാത്രമാണ് വന്നത്. ആ ഒരാൾ തന്നെ പ്രഗ്നന്റ് ആകുന്നു. അപ്പം ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ വാട്ട് ഓൾ വെന്റ് ത്രൂ മൈ മൈൻഡ്. ഞാൻ എന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ഡിസ്ചാർജ് ആയി വന്നു. വിത്തിൻ 20 minutes എന്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകേണ്ടി വന്നു. ഞാൻ എന്റെ 2 കുഞ്ഞു പിള്ളേർ, മൂത്താൾക്കപ്പം 4.5 വയസ്സേ ഉള്ളൂ. ഞാനും എന്റെ 2 കുഞ്ഞു പിള്ളേരെ എനിക്ക് നോക്കണം, വീട്ടിൽ നിന്ന് ആർക്കും വരാൻ പറ്റുന്നില്ല. ആൻഡ് അന്ന് ഞാൻ ആലോചിച്ചു, എന്റെ ഈ ഒരൊറ്റ ആളുടെ ഇൻകം, അല്ലെങ്കിൽ എന്റെയും ഹസ്ബൻഡിന്റെയും ഇൻകം മാത്രം, സാലറി മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നിട്ട് കാര്യമല്ല ലൈഫിൽ. നമ്മൾ പെട്ടുപോകും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. കാരണം നമ്മൾ അപ്പോഴാ സിറ്റുവേഷനിൽ പൊക്കോണ്ടിരിക്കുകയാണ്. 7 weeks ആഫ്റ്റർ ഡെലിവറി ഞാൻ ജോലിക്ക് കയറി. എല്ലാ അമ്മമാർക്കും അറിയാം എത്ര ഡിഫിക്കൽട്ട് ആണ് നമ്മൾ 7 weeks കഴിഞ്ഞ് ആക്റ്റീവ്ലി കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന ഒരു അമ്മ ജോലിക്ക് പോയാലുള്ള അവസ്ഥ. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് അന്ന് തുടങ്ങി ആലോചിച്ചതാണ്, ഐ ഷുഡ് ഫൈൻഡ് എ സൈഡ് സോഴ്സ് ഓഫ് ഏർണിംഗ്. ഞാൻ കുറെ നോക്കി, കുറെ പേരടുത്ത് സംസാരിച്ചു, പക്ഷെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ എന്ത് ചെയ്താലും അത് ലീഗൽ ആയിരിക്കണം, ലെജിറ്റ് ആയിരിക്കണം, ഒരു തട്ടിപ്പിലോ ഒന്നിലും പോയി വീഴാൻ പാടില്ല. അങ്ങനെ നോക്കി നോക്കി നടന്ന് ഈ പ്ലാറ്റ്ഫോം എന്റെ എല്ലാ ബോക്സസും ടിക്ക് ചെയ്തു. ഞാനും ഇതേപോലെ ഒരു വീഡിയോ കണ്ടു. ഞാൻ കാനഡയിലുള്ള ഒരു പുള്ളിക്കാരിയുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര ഗ്ലോബൽ ആണ് ഈ ബിസിനസ് എന്ന്. ഓസ്ട്രേലിയയിൽ ഇരുന്ന ഞാൻ കാനഡയിലുള്ള ഒരു പുള്ളിക്കാരുടെ വീഡിയോ കണ്ട് ഞാൻ റീച്ച് ഔട്ട് ചെയ്തു. ഞാൻ എന്റെ റിസർച്ച് ചെയ്തു. ഞാൻ കുറച്ച് ദിവസം എടുത്ത് ഇതെല്ലാം കണ്ടു, മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സക്സസ്ഫുള്ളി ഞാൻ അത് റൺ ചെയ്യാണ്. എന്റെ ഈ ഫുൾ ടൈം ജോബും എന്റെ ഈ 2 പിള്ളേരുടെ കൂടെയും ഞാൻ ഇത് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോവാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, യു ഡോണ്ട് നീഡ് ദ ഹോൾ ഡേ. നമുക്കൊരു ഫുൾ ദിവസത്തിന്റെ ആവശ്യമില്ല ഈ ബിസിനസ് ചെയ്യാൻ. നമുക്കാകെ കുറച്ച് സമയം മതി. നമ്മൾ സോഷ്യൽ മീഡിയ കളയുന്ന സമയം മാത്രം മതി. ഞാൻ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ സമയം കളഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അമ്മമാരുടെയും ഒരു പരിപാടിയാണ് ചുമ്മാ സ്ക്രോൾ ചെയ്യുക. അത് നമ്മുടെ മീ ടൈം ആയിട്ട് നമ്മളങ്ങ് സ്വയം പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ അതാണ് നമ്മളുടെ ഒരു റിലാക്സേഷൻ ടൈം. ആ റിലാക്സേഷൻ ടൈമാണ് ഞാൻ ഇപ്പൊ എന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് അതിന്റെ റിട്ടേൺസും കിട്ടുന്നുണ്ട്. സോ അതാണ് അതിന്റെ ഗുണം. വെറുതെ കളയുന്ന സോഷ്യൽ മീഡിയ ടൈമിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് നല്ല കണക്ഷൻസ് ഉണ്ട്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്, എന്തോരോ. സോ പറയാൻ വന്നത്, എന്റെ ബിഗസ്റ്റ് വൈ എന്റെ പ്ലാൻ ബി. എനിക്കൊരു പ്ലാൻ ബി വേണമായിരുന്നു. ഞാൻ ഇപ്പോഴേ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെ സേഫാണ്, നമ്മളെ സേഫാണ്. മോർഗേജ് ബിൽസ് എന്നൊക്കെ പറയുന്നത് ചില്ലറ എമൗണ്ട് ഒന്നും അല്ല, അത് എല്ലാവർക്കും അറിയാം. വരുന്ന ഇൻകം അതുപോലെ തന്നെ വിത്തിൻ 3-4 days അങ്ങ് പോകും ഇതെല്ലാം അടച്ചു തീരുമ്പോൾ. എസ്പെഷ്യലി പ്രവാസികൾക്ക്, നമ്മളൊക്കെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർ, നമ്മളെല്ലാം നമ്മളുടെ ഇൻകം മാത്രം ബേസ് ചെയ്ത് നിൽക്കുന്നവരാണ്. നമ്മളെ പോലത്തെ ആൾക്കാർക്കാണ് ഇത് ശരിക്കും യൂസ്ഫുൾ ആവുന്നത്. കാരണം നാളെ നമ്മുടെ ജോലിക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാൻ ബി ഉണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ദൈവത്തിനോട് നന്ദി പറയാത്ത ദിവസവും ഇല്ല, നിമിഷവും ഇല്ല ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നതിന്. ആൻഡ് നിങ്ങൾക്ക് കാണാം ദാറ്റ് വി ആർ ഹാപ്പി. കാരണം ജോലി ചെയ്യുന്ന ഞാൻ ഹാപ്പിയാണ്, വീട്ടിലിരുന്ന് ഈ ബിസിനസ് ചെയ്യുന്ന നിഷയുടെ മുഖത്തുള്ള ഹാപ്പിനെസ് കണ്ടു നോക്കൂ. കാരണം അത്രയും ഹാപ്പിനെസ് ആണ് ഈ ബിസിനസ് കൊണ്ടുവരുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മോണിറ്ററി ബെനിഫിറ്റ്. അത്രയും ഇപ്പൊ പറയുന്നുള്ളൂ. താങ്ക് യു റിനി. അപ്പൊ ഞങ്ങള് അത്രയും ഹാപ്പി ആയിട്ട് ഞങ്ങൾ പറയാം, അത്രയും നല്ലൊരു അവസരം ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനാണ് ഞങ്ങളിപ്പോ ലൈവ് വന്നത്. കാരണം ഇത്രയും ഞങ്ങൾ ശരിക്കും പറഞ്ഞ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുവാണ്. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും എന്ത് ബിസിനസ് ചെയ്യാം, വീട്ടിലിരുന്ന് എന്ത് അവസരം നമുക്ക്, അതും ഫ്രീ ടൈം മാത്രം യൂസ് ചെയ്ത് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് മക്കളെയും നോക്കി ജോലിക്കും പോയി നമുക്ക് ആ ഒരു ചെറിയൊരു ഫ്രീ ടൈം കിട്ടുന്നതുകൊണ്ട് എന്ത് ബിസിനസ് ചെയ്യാന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരുണ്ടാവും. എന്നിട്ട് എല്ലാവരും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന, എല്ലാവർക്കും എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് ചെന്ന് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും വല്ല ട്രഡീഷണൽ ബിസിനസ്സുകളാണ്.
ഒത്തിരി പേര് ഡ്രസ്സ് സെല്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ടൈമാ വേസ്റ്റ് ചെയ്യുന്നതെന്നറിയോ? നമുക്ക് ഒത്തിരി കാശ് സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ടൈമും വേസ്റ്റ്, അതൊക്കെ നമുക്കൊരു ഉയർച്ചയില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഡിജിറ്റൽ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രീ ടൈം മാത്രം മതി ബിസിനസ് ചെയ്യാനായിട്ട്. അതും അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു അവസരത്തെ പറ്റി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഈ ലൈവിൽ വന്ന് സംസാരിക്കുന്നത് തന്നെ. അതല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഒരു മോശം ബിസിനസ് ആണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഒരു ലൈവ് വരികയോ ഇങ്ങനെ സംസാരിക്കുകയോ ചെയ്യത്തില്ല. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞങ്ങളുടെ മെയിൻ ടോപ്പിക് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ബിസിനസ് എങ്ങനെയാണ് പേരൻസിനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശരിക്കും എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ എനിക്ക് 4 മക്കളുണ്ട്. അപ്പൊ അവര് വീട്ടിൽ വരുമ്പോ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോ ഞാൻ എപ്പോഴും അവർക്ക് കൂട്ടുണ്ട്. ഇപ്പൊ എന്റെ ഇളയ മോള് വളരെ ചെറുത്, അവൾക്ക് 4 വയസ്സുള്ളൂ. അപ്പൊ അവൾക്ക് വരുമ്പോ തന്നെ അമ്മേനെ വേണം. പിന്നെ എപ്പോഴും നമ്മൾ അവര് ശരിക്കും കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ ജോലിക്ക് പോകും. എനിക്ക് നൈറ്റ് ചെയ്യേണ്ടി വന്ന ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ എനിക്ക് ഇപ്പൊ ജോലിക്ക് പോവാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് മക്കളെ നോക്കാൻ പറ്റും. പിന്നെ അവരിപ്പോ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ എനിക്ക് ബിസിനസിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. വീട്ടിലെ പണികളും നടക്കും. ഞാനപ്പോ ട്രെയിനിങ്ങുകളൊക്കെ തന്നെ വാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലിപ്പോ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ലാപ്ടോപ്പിൽ ട്രെയിനിങ് ഓൺ ചെയ്ത് വെച്ചേക്കും, അങ്ങനെ കേൾക്കും. അപ്പൊ നമുക്ക് ഈ ടൈം ഇല്ലെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു എക്സ്ട്രാ ഇൻകം വേണം, എനിക്ക് ബിസിനസ് സക്സസ് ആവണം എന്നൊരു നമുക്കൊരു അങ്ങനെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം കണ്ടെത്താൻ പറ്റും. ഒരു ചെറിയൊരു സമയം മതി. ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ ടൈം ജോബൊക്കെ ചെയ്യണവർക്ക് ആ ഒരു ബ്രേക്ക് ടൈം മാത്രം മതി ബിസിനസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് ബിസിനസ് ചെയ്യാം. അപ്പൊ ഞാനൊക്കെ ചിലപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ഒരു ബ്രേക്ക് ടൈം ചെറുതായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടിയ ഞാനിങ്ങനെ വെറുതെ സമയം സ്പെൻഡ് ചെയ്യത്തില്ല. ഇങ്ങനെ സീരിയൽ കാണാനോ അങ്ങനെയുള്ള കാര്യത്തിന് ഞാൻ സ്പെൻഡ് ചെയ്യത്തില്ല. അപ്പൊ ആ ഒരു ഫ്രീ ടൈം ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിലാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഈ ബിസിനസ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്തൊരു ഹെൽപ്ഫുൾ ആണ്. പേരൻസ് ആയി നമുക്ക് നമ്മുടെ മക്കളെ നോക്കാം. അവർക്കൊരു ഹോളിഡേയ്സ് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്, അവർക്ക് ഹോളിഡേയ്സ് ഒന്ന് പുറത്ത് പോകണം, കറങ്ങാൻ പോകണം. അപ്പൊ ആ ഒരു മാസം നമുക്ക് ആരോടും പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ലീവ് കിട്ടണമെങ്കിൽ ആരോടും പെർമിഷൻ ചോദിക്കേണ്ട, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഒന്ന് നാട്ടിൽ പോകണോ അതിനും ലീവ് ചോദിക്കേണ്ട, നമുക്ക് അവരുടെ കൂടെ പോവാം. എന്നാലും നമുക്ക് ഫുൾ ടൈം നന്നായിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ഇൻകം അല്ല ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീമിൽ എത്താവുന്ന ഒരു ബിസിനസ്സാണ്. അതുപോലെ ഇൻകം ഉണ്ടാക്കാവുന്നതും പിന്നീട് ജോലി നിർത്തി വീട്ടിലിരിക്കാവുന്നതുമാണ് ഡിജിറ്റൽ ബിസിനസ്. അപ്പൊ അത് ഒരുപാട് പേരൻസിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഫാമിലി ടൈം, പ്രത്യേകിച്ച് ഫാമിലി ടൈം കിട്ടാൻ വേണ്ടി ബിസിനസ് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിക്ക് ഇതേ പറ്റി എന്താ പറയാനുള്ള ഒന്ന് സംസാരിക്കാമോ? എങ്ങനെയാണ് പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്? എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം നിഷ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് അപ്പൊ ഇതിന് ഒത്തിരി സമയം കണ്ടെത്തണം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇനി ഇതെങ്ങനെയാ ചെയ്യുന്നത്, ഇതിന് ഒത്തിരി സമയം വേണ്ടി വരും, എനിക്ക് ഈ കമ്പ്യൂട്ടർ ഒന്നും അധികം അറിയില്ല. ഇതൊക്കെയാണ് ഇവരുടെ ഡൗട്ട്സ്. ഒത്തിരി കാര്യങ്ങൾ എല്ലാവരുടെയും ഡൗട്ട്സ്. ഇത് ലീഗൽ ആണോ, സ്കാം ആണോ? ഞാൻ പറഞ്ഞു ഓഫ്കോഴ്സ് സ്കാമിലൊന്നും നമ്മൾ ചെയ്യത്തില്ല. ആൻഡ് ഇതിനധികം സമയവും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസത്തിന്റെ മിനിമം ഞാൻ പറയുന്ന ഒരു 30 മിനിറ്റ്സ്, ഈ 30 മിനിറ്റ്സ് ഒറ്റയടിക്കല്ല വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ഒരു 10 മിനിറ്റ്, ഉച്ചയ്ക്ക് ഒരു 15 മിനിറ്റ്, അങ്ങനെ നിങ്ങൾ പോക്കറ്റ്സ് ഓഫ് ടൈം മാത്രം കൊടുത്താൽ മതി. നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രയോറിറ്റിയാണ് ലൈഫിൽ ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാവരും പറയാം നമുക്ക് സമയമില്ല എന്ന്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളതിനൊക്കെ നമുക്ക് സമയമുണ്ട്. നിങ്ങൾ ഫുഡ് കഴിക്കാൻ മറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ടോയ്ലറ്റിൽ പോകാൻ മറക്കുന്നുണ്ടോ? ഇല്ല. ഉറങ്ങാൻ മറക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മളുടെ നാളത്തെ ഒരു എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ എന്തുകൊണ്ട് കരുതി വെക്കുന്നില്ല? നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് നിന്നും ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്സ് നിന്നും ആക്സിഡൻസ് നിന്നുമാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളുടെ മിസ്റ്റേക്സ് നിന്ന് പഠിക്കാൻ നിന്നതിന് വി ഷുഡ് കോൾ അവർ സെൽഫ് എ ഫൂൾ. കാരണം ഇപ്പം വേറൊരാൾക്ക് ഞാൻ കണ്ടതാണ്, UK-യിലുള്ള എൻ്റെ ഒരു കൊളീഗ്, പുള്ളിക്കാരിക്ക് പെട്ടെന്ന് നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരിയാണ്, മലയാളിയല്ല. ഓൾ ഓഫ് എ സഡൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. പുള്ളിക്കാരി വീൽ ചെയർ ബൗണ്ട് ആയിപ്പോയി. അത് കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. നമുക്ക് ഈ ഹെൽപ്പ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ലിങ്ക് വന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് വന്നത്. അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. നാളെ ആ പുള്ളിക്കാരിയുടെ ബില്ല്, മോർഗേജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ അവസ്ഥ നമുക്കാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് നമ്മൾ അവിടെ ശരിക്കിരുന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ എന്റെ ഭാവിക്കോ എന്റെ പിള്ളേരുടെ ഭാവിക്കോ ഞാൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്?
ചിലർ ഓക്കെ ആയിരിക്കും, നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ സ്വത്തുക്കൾ ഉണ്ടാവും, അവരൊക്കെ ഓക്കെയാണ്. പക്ഷെ സാധാരണക്കാരായ കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട്, ആവറേജ് ഇൻകം എന്ന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആവറേജ് ഫാമിലി ഇൻകം, അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും ഈ ഒരൊറ്റ ജോബ് മാത്രമാണ് റിലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഡിജിറ്റൽ ബിസിനസ്. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്ലാൻ ബി ആണ് ഇതിപ്പോ. നിങ്ങൾ പതുക്കെ ബിൽഡ് ചെയ്തെടുക്കുന്ന നിങ്ങളുടെ ഈ ബിസിനസ്സിന് 5 to 6 figure income on a daily basis ആൾക്കാർ after years of being into the digital business earn ചെയ്യാണ്. People have paid their mortgage off. എല്ലാവരുടെയും മോർഗേജ് അടച്ചു തീർക്കുക. ഒന്ന് ആലോചിക്കും, 30 വയസ്സുള്ള ഒരു പുള്ളിക്കാരി ഈ 2 ദിവസം മുന്നേ നമ്മുടെ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ നോക്കിയപ്പോൾ ആ പുള്ളിക്കാരി 30 വയസ്സിൽ മോർഗേജ് പേ ചെയ്ത് തീർത്തു. 3 years into the business. ഇറ്റ്സ് എ ഡ്രീം. എന്റെ ഡ്രീം ആണത്. എനിക്ക് എന്റെ മോർഗേജ് പേ ചെയ്ത് തീർക്കണം, എന്റെ റിട്ടയർമെന്റ് എനിക്കൊരു ഫണ്ട് ഉണ്ടാവണം, എന്റെ 2 മക്കളുടെയും കോളേജിന്റെ ഫീസ് എനിക്ക് ഇപ്പോഴേ സെക്യൂർ ചെയ്ത് വെക്കണം. ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് എനി ലോൺ. എന്റെ ഫ്രണ്ട്സിനോടുള്ള കടം ഞാൻ തീർത്ത് കഴിഞ്ഞു. ബിസിനസ്സിൽ കയറി 2 മാസത്തിനുള്ളിൽ ഞാൻ അത് തീർത്തു. എന്റെ ലോൺ ഞാൻ തീർത്തു. എന്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഞാൻ ഇന്നലെ ഹാഫ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആക്കി. അതെല്ലാം ഈ ബിസിനസ് കാരണം മാത്രമാണ്. അപ്പം നമുക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാം. നമുക്കറിയാം എല്ലാവരും ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കി നിൽക്കുകയാണ്, പക്ഷെ എല്ലാവർക്കും പേടിയാണ്. നമ്മൾ പറയുന്ന നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ ആണിത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക. ഓഫ് കോഴ്സ് തുടക്കത്തിൽ എല്ലാവർക്കും പേടിയുണ്ടാവും. ഞാൻ 5 കൊല്ലമാണ് എൻ്റെ വേസ്റ്റ് ചെയ്തത്. ഇതേ വീഡിയോസും ഇതേ ഓപ്പർച്യൂണിറ്റീസും കണ്ടതാണ് ഞാൻ UK ഉണ്ടായിരുന്ന സമയത്ത്. അന്ന് ഞാൻ വിചാരിച്ചത് സ്കാമാന്ന് ഞാൻ സ്ക്രോൾ ചെയ്ത് വിട്ടു. ഇന്ന് ഞാൻ അതേ ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നു. അപ്പൊ എന്നെ പോലെ 5 കൊല്ലം കളയാതെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ആക്ഷൻ എടുക്കുക. ഇന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ യുവർ സെൽഫ് വിൽ താങ്ക് യു. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പറയും, മമ്മിയും ഡാഡി നിങ്ങൾ ഇത് ചെയ്തത് നന്നായി, നമുക്കിപ്പോ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടെന്ന്. നിങ്ങളുടെ പിള്ളേരെ നിങ്ങളെ നോക്കി അഭിമാനിക്കുന്ന ഒരു ദിവസം വരും. പക്ഷെ നമ്മൾ ആ ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. നമ്മൾ ഡിസിഷൻ എടുക്കാതിരുന്നിട്ട് ബാക്കിയുള്ളവരുടെ ലൈഫ് നോക്കി ആ മറ്റേ ഗാലറിയിൽ ഇരുന്ന് വ്യൂ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടിട്ട് കാര്യമില്ല. വി ഹാവ് ടു ടേക്ക് ദ ആക്ഷൻ. പിന്നെ നമ്മുടെ സ്വന്തം പേസിൽ നമുക്ക് ചെയ്യാം. ട്രെയിനിങ് സൈറ്റ്സ് എക്സ്ട്രീംലി സിമ്പിൾ. നമ്മൾ ആദ്യത്തെ ഒരു ഫേസിൽ നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് ട്രെയിനിങ്സ് ഇപ്പം കണ്ടോണ്ട് ചെയ്യേണ്ട ഒരു ഫേസ്. അതും ഈ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തൂലേ, അതുപോലെ നമ്മൾ അത് കൈപിടിച്ച് നടത്തി തരും. ഇത് ഈ സ്ക്രീൻ ഓപ്പൺ ചെയ്യുക, ആ ടാബ് ക്ലിക്ക് ചെയ്യുക, ഇത് ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, 2 to 4 minutes ആണ് ഇതിന്റെയൊക്കെ ഡ്യൂറേഷൻ. അതും നമ്മുടെ സ്വന്തം പേസിലിരുന്ന് ചെയ്യാം. ഞാൻ എൻ്റെ 2 പിള്ളേരെയും കിടത്തി ഉറക്കും. വൈകിട്ട് ഒരു 7:30, 8 o'clock ആകുമ്പോൾ അവർ 2 പേരും ഉറങ്ങും. എനിക്ക് 2 ചെറിയ പിള്ളേരാ, 5.5 വയസ്സും 16 മാസവും. ഈ 2 പേരും ഉറങ്ങിയ ശേഷം ഞാൻ ലാപ്ടോപ്പ് എടുത്തിന്റെ കൈ വെച്ചിട്ട് ഞാൻ അപ്പോഴാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കതിന് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഞാൻ എൻ്റെ ഫുൾ ടൈം ജോബിനോടൊപ്പം. സോ നമ്മുടെ പ്രയോറിറ്റി ആണ് ലൈഫിൽ വിച്ച് വിൽ മാറ്റർ. പിന്നെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മെന്റർ ഉണ്ട്, കോച്ച് ഉണ്ട്. ഫ്രം ദ ഡേ 1 മെന്റർ നമുക്ക് കൂടെയുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് മെന്ററിനോടും കോച്ചിനോടും ചോദിക്കാം. ഇത് ബിസിനസ് നമ്മുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ട് പൊക്കോ നാളെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്തോളൂ എന്ന് അല്ല പറയുന്നത്. ബിസിനസ്സിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ റിസോഴ്സസും അവർ തരുന്നു, എല്ലാ സപ്പോർട്ടും. ഞാൻ പറഞ്ഞല്ലോ മോർഗേജ് 2-3 വർഷത്തിൽ ക്ലിയർ ചെയ്ത് ആ പുള്ളിക്കാരിക്ക് കിട്ടുന്ന റിസോഴ്സസ് തന്നെ ആയിരിക്കും നാളെ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആർക്കും ഡിഫറെന്റ് ആയിട്ടല്ല കൊടുക്കുന്നത്, എല്ലാവർക്കും ഒരേ റിസോഴ്സസ് ആണ് കിട്ടുന്നത്. നമ്മൾ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. സോ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഇന്ന് ഞാൻ തുടങ്ങി നാളെ എനിക്ക് എത്ര കിട്ടും? നോ, ദിസ് ഇസ് നോട്ട് എ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം. അങ്ങനെ ഒരു ധാരണ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുക. ഇന്ന് തുടങ്ങിയാൽ നാളെ ഞാൻ മൊത്തം പൈസ ഉണ്ടാക്കും, അങ്ങനല്ല. ഇത് സ്ലോലി ബിൽഡ് ചെയ്ത് വരുന്നതാണ്. നമ്മളൊരു എന്താ പറയാ, ഒരു സീഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടോ? ഒരിക്കലും ഇല്ല. നമ്മളത് പതുക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ ടേക്ക് കെയർ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും എന്ന് നമുക്ക് ഉള്ളത് നമ്മൾ ഇത്രയും ടേക്ക് കെയർ ചെയ്താൽ മാത്രം. അല്ലാതെ അതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അതുപോലെ തന്നെയുള്ള ബിസിനസ്സും. യു സ്റ്റാർട്ട് യുവർ ബിസിനസ്, ഡെയിലി കുറച്ച് ടൈം കൊടുക്കുക. ആഴ്ചയിൽ അതൊന്ന് ബിൽഡായി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ കൊടുത്താലും മതി. ഞാൻ പറയുന്നത് ബിസി പാരന്റ്സിന് വേണ്ടി മാത്രം അത്രയും ഡിസൈൻ ചെയ്ത ഒരു ബിസിനസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. എന്നെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ബിസിനസ് ചെയ്യാണ്. നമ്മളുടെ കമ്മ്യൂണിറ്റി ഞാൻ പറയാൻ കാരണം ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ എല്ലാവരും അവരുടെ സ്വന്തം ബിസിനസ് ആണ് ചെയ്യുന്നത്. ഓവർ 2,56,000 പീപ്പിൾ ആണ് ഈ ബിസിനസ് ചെയ്ത് സക്സസ്ഫുള്ളി ഇപ്പം ലോകം എങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നാളെ തോന്നരുത് അയ്യോ ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടായിരുന്നു, കുറെ വീഡിയോ കണ്ടപ്പം ഞാൻ വെറുതെ സ്കിപ്പ് ചെയ്ത് വിട്ടു. നാളെ നിങ്ങൾ കരയരുത്. നാളെ നിങ്ങൾ ഇതിനെ പറ്റി ഓർത്ത് കരയില്ലെങ്കിൽ ഫൈൻ, ഇത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ആൻഡ് ആർക്കും ചെയ്യാൻ പറ്റും. പ്രൊഫഷണലോ ക്വാളിഫൈഡോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ട് വേറെ ഒരു സ്ക്രീനിൽ നോക്കാനുള്ള അത്രയും വിവരം മതി. നിങ്ങൾ 18 ഇയേഴ്സിന് എബവ് ആണോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് പ്രൊഫഷണൽസ് ഇത് ചെയ്യുന്നുണ്ട്, കാരണം അവർക്ക് ഇതിന്റെ വാല്യൂ ശരിക്കും മനസ്സിലായി. എന്നാൽ അതിന്റെ അർത്ഥം പ്രൊഫഷണൽസ് മാത്രമേ ചെയ്യാൻ പറ്റുമെന്നല്ല. നിങ്ങൾക്ക് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസിന്റെ ആവശ്യമില്ല, എക്സ്പീരിയൻസ് വേണ്ട, ഒന്നും വേണ്ട. സാധാരണ ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ നഴ്സസിനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു അവരെല്ലാം മടുത്തു എന്ന് തോന്നുന്നു നൈറ്റ് ഒക്കെ ചെയ്ത്. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു നഴ്സാണ്, ക്വാളിഫൈഡ് നഴ്സാണ്. പക്ഷെ ഞാൻ ഇപ്പം മാനേജ്മെന്റ് സൈഡ് ഫുൾ ടൈം ഓപ്പറേഷണൽ ജോബാണ് ചെയ്യുന്നത്. ഞാൻ UK ഉണ്ടായിരുന്ന സമയത്ത് നൈറ്റ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്കത് നന്നായിട്ട് മനസ്സിലാവും എത്രത്തോളം എന്റെ ലൈഫിനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം എനിക്ക് ഉറക്കം കിട്ടാതെ ഒരുമാതിരി വട്ട് പിടിച്ച് കിറങ്ങിയ അവസ്ഥയായിരിക്കും എപ്പോഴും. ഞാൻ പകൽ എന്റെ മോനെ കാണുന്നില്ല, രാത്രി എന്റെ മോനെ കാണുന്നില്ല. എന്റെ മോൻ അന്ന് നഴ്സറി പോകുന്നുണ്ടായിരുന്നു, മൂത്താള്. അവൻ ഇപ്പോഴും എന്റെ ഹസ്ബൻഡിനോടാണ് കൂടുതൽ അറ്റാച്ച്. കാരണം രാത്രി അമ്മയുടെ കൂടെ കിടന്നവൻ ആ ശീലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും എന്റെ ഹസ്ബൻഡിന്റെ കൂടെ കിടന്നില്ലെങ്കിൽ അവന് വിഷമമാണ്. പക്ഷെ എന്റെ ഇളയ ആൾക്ക് എന്നെ വേണം. സോ ഞാൻ പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് വന്നുപോയി എന്റെ മോന്റെ ഇടയിൽ രാത്രിയൊക്കെ. എനിക്കത് വിഷമമുണ്ട്. ഒരു അമ്മ എന്ന രീതിയിൽ നമുക്കെല്ലാം വിഷമം വരും. എന്നെ പോലെ ഒത്തിരി നഴ്സസ് നൈറ്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല നൈറ്റ്, ബട്ട് എന്നാലും ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് അറിയാം. സോ ഐ റിയലി എൻവി യു നിഷ. ഫുൾ ടൈം ഈ ബിസിനസ് ചെയ്ത് വീട്ടിൽ ഇരിക്കുകയാണ്. ഞാനും അവിടെ എത്തും പതുക്കെ. പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് വൺ ഫോർ യു. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കുക. നമ്മളെല്ലാം ദൈവവിശ്വാസമുള്ള ആൾക്കാരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്കുള്ളതായിരുന്നു ബിസിനസ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെന്റർ നമ്മളായിരിക്കും. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാം. നിഷ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാം, എന്നോടോ റീച്ച് ഔട്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെന്റർ ആയിരിക്കും നമ്മൾ. നിങ്ങളെ കൈ പിടിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും ആരും നിങ്ങളെ ഇങ്ങനെ വിട്ട് കളയത്തൊന്നുമില്ല. വി ആർ ദാറ്റ് ടു സപ്പോർട്ട് യു. കാരണം ഈ കമ്മ്യൂണിറ്റിയിൽ ബാക്കിയുള്ളവരുടെ ഗ്രോത്ത് കണ്ട് സന്തോഷിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. അല്ലാതെ ഓ അവർക്ക് ഇത്ര കിട്ടി ശരിയാവൂല, അങ്ങനല്ല. വി ആർ ആക്ച്വലി ഗ്രോയിങ് ടുഗെദർ. ടുഗെദർ വി ആർ റൈസിങ്, ടുഗെദർ വി ആർ ഫ്ലറിഷിങ്. അത്രയും നല്ലൊരു കമ്മ്യൂണിറ്റിയാണിത്. Come be a part of it. Come enjoy this and build your own future. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു നല്ലൊരു സേഫ് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു റിനി. അപ്പൊ റിനി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. പ്രത്യേകിച്ച് ഇനി ഒന്നും തന്നെ പറയാനില്ല. അപ്പൊ അത്രയും നല്ലൊരു അവസരമാണ്. നിങ്ങൾ കാണാതെ പോകരുത്. ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നല്ലൊരു അവസരത്തെ പറ്റി ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തോ ഡിജിറ്റൽ ബിസിനസ് എന്തോ സ്കാം ആണെന്നോ, അതിലൊക്കെ വെറുതെ പൈസ പോകുന്ന കാര്യമാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു നെഗറ്റീവായിട്ട് ഒത്തിരി ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നല്ലൊരു അവസരം ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത്. ഇതിലൂടെ രക്ഷപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ റീച്ചിൽ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുന്നത് ഡിജിറ്റൽ ബിസിനസ്സിലൂടെ മാത്രമാണ്. അതല്ലാതെ ഒരു നോർമൽ ജോബ് ചെയ്തുകൊണ്ട് അത് ആ മാസം നമ്മൾക്ക് കിട്ടുന്ന സാലറി ആ മാസം തീരാവുന്നുള്ളൂ. അതല്ലാതെ ലൈഫ് കിടന്ന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, ഫാമിലിയിൽ സമയമില്ല, ഇങ്ങനെ എല്ലാം കൊണ്ടും അത് നമ്മുടെ ഹെൽത്തിനെ പോലും നമ്മൾ കെയർ ചെയ്യാതെ ജോലി ചെയ്തുകൊണ്ട് കിടക്കുന്നത്. ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുമാത്രം നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെന്നറിയോ. ഉറക്കമൊന്നും ശരിയാവാതെ പിന്നീട് നമുക്കത് അറിയത്തുള്ളൂ. ഓർമ്മക്കുറവും എല്ലാം വരുന്നത് പിന്നീട് അറിയത്തുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ എനിക്കൊരു എക്സ്ട്രാ ഇൻകം വേണം, എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ സമയം കണ്ടെത്തി ഒരു ചെറിയ സമയം ഞാൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ വിചാരിച്ച് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി നിർത്തി വീട്ടിലിരിക്കാനും നല്ല രീതിയിലുള്ള ഇൻകം നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ അത്രയും നല്ലൊരു അവസരത്തെ പറ്റിയാണ് ഞങ്ങളിപ്പോ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രെയിനിങ് സൈറ്റും ഒക്കെ എല്ലാം തന്നെ ഇപ്പൊ ഇനി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. കമ്മ്യൂണിറ്റി ആയാലും ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ അറിയില്ലാത്ത ആൾക്കാർക്ക് പോലും കമ്പ്യൂട്ടർ നോളജ് കിട്ടാനും എല്ലാ ട്രെയിനിങ് അവരെ കറക്റ്റ് ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസിലൂടെ എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി എല്ലാവരും തന്നെ നമ്മളെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ജോയിൻ ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ എല്ലാത്തിനും നമുക്ക് എല്ലാം ടീച്ച് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ബിസിനസ്സിൽ വന്നാൽ ചിലവർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, നമ്മൾ ലൈവ് വരണോ, ഇങ്ങനെയൊക്കെ സംസാരിക്കണം, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും നിർബന്ധമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ബിസിനസ്സാണ്, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവ് വരാം. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്.
ഇതെല്ലാം നമ്മൾ പതുക്കെ പഠിക്കുന്ന കാര്യങ്ങളല്ല, അത് ഒറ്റയടിക്ക് വരുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ ഞാനായാലും ഭയങ്കര ഷൈ പേഴ്സൺ ആയിരുന്നു, ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരാളോ ഒന്നും പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിലൂടെ വന്നതിന് ശേഷം ഞാൻ പഠിച്ചത് കൊണ്ടാണ്, മറ്റുള്ളവരുടെ കൂടെ ഇങ്ങനെ ലൈവൊക്കെ ചെയ്ത് പഠിച്ച് ഞാനിപ്പോ മുന്നോട്ട് വന്നതാണ്. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടി. എനിക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ വരെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അത് ഈ ബിസിനസ്സിൽ വന്നേ പിന്നെ. അതല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യുന്ന ആളല്ല. പക്ഷെ എനിക്കിപ്പോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ്സിൽ വന്ന ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്ന് പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയ കാരണം ഇപ്പൊ എനിക്ക് ഫേസ്ബുക്ക് വരെ എനിക്ക് ഇൻകം തരാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിലൂടെ പല പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഇൻകം കൂടി കിട്ടുന്നതാണ് ഡിജിറ്റൽ ബിസിനസ്. അപ്പൊ അത് ഒരിക്കലും ആരും ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം ഇതിനെ പറ്റിയില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസ് ചെയ്യണമെന്നോ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നോ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു 90 മിനിറ്റ്സിന്റെ വെബിനാർ വരും, അതൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. ഈ രജിസ്റ്റർ ചെയ്യുന്നതെല്ലാം ഫ്രീ ആണ്, ഒരു പൈസ ചെലവും വരുന്നില്ല. അപ്പൊ ഒന്ന് കണ്ടു നോക്കുക, പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാം, ഒത്തിരി ഇന്റർവ്യൂസും കാണാൻ പറ്റും. ഞങ്ങളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ സെർച്ച് ചെയ്തിട്ട്, ഈ ബിസിനസിനെ പറ്റി എല്ലാം സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവാം. പിന്നെ ഞങ്ങൾ കോൾ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് പറയാനുണ്ടോ ഫൈനൽ അഡ്വൈസ് ആയിട്ട്? ഞാൻ ആക്ച്വലി ടാക്സിന്റെ ബെനിഫിറ്റ് പറഞ്ഞില്ല. നമ്മളൊരു ബിസിനസ് ഓണർ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ എന്റെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു. എന്റെ ലൈഫിൽ ഇതുവരെ കിട്ടാത്ത ടാക്സ് റിട്ടേൺ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഈ ബിസിനസ് കാരണം മാത്രമാണ്. സോ അതെനിക്ക് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടോ അത് മിസ് ചെയ്തു പോയി. എല്ലാവരും ചോദിക്കും ലീഗൽ ആണോ ലെജിറ്റ് ആണോ എന്ന്. ലീഗൽ അല്ലാത്തൊരു കാര്യം നമുക്ക് എങ്ങനെയാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്നത്? അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു 30 days സേഫ് പീരീഡ് ഉണ്ട്. നിങ്ങൾ ഈ വെബിനാർ കണ്ട ശേഷം നിങ്ങൾ കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് അറിയേണ്ട ഒരു ഫേസ് ഉണ്ട്. ആ ഫേസിൽ നിങ്ങൾക്ക് ഒരു സേഫ് പീരീഡ് ഉണ്ട്. നിങ്ങൾ അതിന് ഒരു സർട്ടൻ എമൗണ്ട് നിങ്ങൾ പേ ചെയ്ത് നിങ്ങൾ ആ ഇൻഫർമേഷൻ കണ്ട ശേഷം ഇല്ല ഇത് എനിക്കുള്ളതല്ല എന്ന് തോന്നുകയാണെങ്കിൽ ടേക്ക് എ റീഫണ്ട്. 24 hours നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഇൻഫർമേഷൻ കിട്ടാൻ. ഇൻഫർമേഷൻ കിട്ടി, നമ്മളെ കൊണ്ട് ഇത് പറ്റും, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതാണ് എന്ന് തോന്നുകയാണെങ്കിൽ കം ജോയിൻ ആൻഡ് ബിൽഡ് യുവർ ഫ്യൂച്ചർ. സമയം കളയാതെ ഡു ഇറ്റ്. നമ്മളെല്ലാരും സമയം കളഞ്ഞ ആൾക്കാരാണ്. സോ നിങ്ങൾ സമയം കളയാതെ സ്റ്റാർട്ട് ബിൽഡിങ് യുവർ ഫ്യൂച്ചർ. അത്രേ പറയാനുള്ളൂ. ആസ് നിഷ സെഡ്, നമ്മളുടെ വെബ്സൈറ്റ് ഓൾറെഡി സ്ക്രീനിലുണ്ട്. നിങ്ങൾക്ക് നമ്മളത് റീച്ച് ഔട്ട് ചെയ്യാം. നമ്മൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ അടുത്ത് വിൽ കം ബാക്ക് ടു യു. നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ തന്നെ ആവണമെന്നില്ല എൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാനും, UK തന്നെ ആവണമെന്നില്ല നിഷയുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ. നിങ്ങൾ ലോകത്തിന്റെ എവിടെ നിന്നാവട്ടെ, ഇന്ത്യ, കാനഡ, ന്യൂസിലാൻഡ്, അയർലൻഡ്, എനിവെയർ നമ്മളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാം. ദിസ് ബിസിനസ് ഇസ് ഗ്ലോബൽ, 24/7 ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ ബിസി പാരന്റ്സിന് അത്രയും സുഖം. ഞാൻ എൻ്റെ മക്കളുടെ കൂടെ കളിക്കുന്ന സമയത്തൊക്കെ ഇത് ഓട്ടോമേറ്റഡ് സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. 90% ഓട്ടോമേറ്റഡ് ആണ്, 10% മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അത്രയും നിങ്ങൾക്ക് ഇടാൻ ടൈം ഇല്ലെങ്കിൽ ഒന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. God bless you all. Take care. താങ്ക് യു റിനി. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ലൈവ് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ അടുത്ത ദിവസം വേറെ ഒരാളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ. Bye bye.